കേരളത്തിലെ കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നം രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരൻ പുറത്തു പോകണമോ തുടരണോ? സുധാകരന് അനാരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ 2 തെരഞ്ഞെടുപ്പ് മുമ്പിൽ നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് തലപ്പത്തിരിക്കുന്നവരെ മാറ്റുന്ന ഒരു സ്വഭാവം കോൺഗ്രസിനുണ്ട്. പഞ്ചാബിൽ ഇത് ഇവർക്ക് നല്ലവണ്ണം അനുഭവമുള്ളതാണ്. പഞ്ചാബ് മൂടോടെ തന്നെ കോൺഗ്രസിനെ പറിച്ചെടുത്ത് ദൂരെ കളഞ്ഞു. ആം ആദ്മി അവിടെ കയറിപ്പോവുകയും ചെയ്തു. ഇതൊക്കെ അറിയാവുന്നിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ സുധാകരനെ പിഴുതെറിയാൻ നോക്കുന്നത്? സുധാകരൻ KPCC പ്രസിഡന്റായിട്ട് വരുന്ന സമയത്ത് വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് വന്നത്. കൊട്ടും മേളവും കുരവയും ഒക്കെയായിട്ടാണ് വന്നത്. മാർത്താണ്ഡവർമ്മയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്, കണ്ണൂരുകാരൻ. 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത മാർത്താണ്ഡവർമ്മ. അതുപോലെ ഈ കോൺഗ്രസിനകത്ത് വിളയാടുന്നവരെ എല്ലാം തന്നെ അമർച്ച ചെയ്യാനായിട്ട് പട്ടും വളയും കൊട്ടും കുരവയും ഒക്കെ ആയിട്ടാണ് സുധാകരൻ വന്നത്. നമുക്കറിയാം, കോൺഗ്രസിനകത്ത് ആരെങ്ങനെ വന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അത് ഗുണം പിടിക്കാൻ പോകുന്നില്ല. അത് തന്നെ സുധാകരൻ്റെ കാര്യത്തിൽ സംഭവിച്ചു. പിന്നെ സുധാകരൻ ഈ അനാരോഗ്യം കാരണമാണ് അതിൽ നിന്ന് മാറുന്നത് എന്ന് ഹൈക്കമാൻഡ് പറയുന്നത് ഏതർത്ഥത്തിലാണ്? അവിടെ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായിട്ട് ഒരു പടുകിളവനുണ്ടല്ലോ, മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരു കിഴവൻ, സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനായിട്ടിരിക്കുന്നത്. 2 പേരുടെ സഹായത്താലല്ലേ പിടിച്ച് പതുങ്ങി കയറി വരുന്നത്. ആ ആളിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാതെ കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ ഗുണം പിടിക്കുമോ? അത് നമുക്കറിയാം, അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നതേ ഉള്ളൂ. പപ്പു മോനും സോണിയ അമ്മച്ചിയും കൂടാണ് കാര്യങ്ങളെല്ലാം തീർച്ചപ്പെടുത്തുന്നത്. പിന്നെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും പ്രിയങ്കയുടെ ഭർത്താവും കൂടെ ഉണ്ട്. ഭാവിയിൽ അത് ഭർത്താവിലേക്ക് തന്നെ കൂടുതലായിട്ട് പോകും. ഇന്ത്യ ഭരിക്കാനൊന്നും പോകുന്നില്ല, അത് വേറെ കാര്യം. അടുത്ത ഒരു 10-25 വർഷത്തേക്കൊന്നും കോൺഗ്രസ് ഇവിടെ തലപൊങ്ങി വരുത്തില്ല. അത്തരത്തിൽ ചവിട്ടി തേച്ചിട്ടിരിക്കുകയാണ്. കേരളത്തിലാണ് അവർക്ക് പ്രതീക്ഷയുള്ളത്. ആ പ്രതീക്ഷ ഇപ്പോൾ ഏതാണ്ട് അസ്തമിക്കുന്ന ലക്ഷണമാണ് കണ്ടിരിക്കുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖർ ഇവിടെ കളം നിറഞ്ഞു നിൽക്കുകയാണ്, പുതിയ തന്ത്രങ്ങളും ഒക്കെ മെനഞ്ഞുകൊണ്ട്. ഇപ്പോൾ പറയുന്നുണ്ട് സുധാകരനെ മാറ്റുന്ന അന്തിമ തീരുമാനം ഖാർഗെയും രാഹുലും എടുക്കുമെന്ന്. രാഹുൽ എന്ന് പറഞ്ഞാൽ മതി, ഖാർഗെയുടെ പേര് അവിടെ കൂട്ടിച്ചേർക്കുന്നതേ ഉള്ളൂ. അവിടെ ഒരു ബഫൂണായിട്ട് കൊണ്ടിരുത്തിയിരിക്കുകയല്ലേ, അതുകൊണ്ടങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. ഈ സുധാകരന് മാറേണ്ട ആവശ്യമില്ല എന്നാണ് കരുണാകരപുത്രനായ മുരളീധരൻ പറയുന്നത്. ഈ പകരം ആൻഡ്രോ ആൻ്റണിയെ, പത്തനംതിട്ട MP ആൻഡ്രോ ആൻ്റണിക്ക് വേണ്ടിയിട്ട് ഒരു വിഭാഗം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അപ്പോൾ കരുണാകരപുത്രനായ മുരളീധരൻ പറയുന്നത് ഈ പത്രത്തിലെങ്കിലും ആൾക്കാരെ കണ്ട് പരിചയമുള്ളവരെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലതെന്നാണ്. അത്തരത്തിലുള്ള ചില നർമ്മമൊക്കെ പ്രയോഗിക്കാൻ ചില സമയത്ത് മുരളീധരന് കഴിയുമെന്നുള്ളതാണ്. ഈ ആൻഡ്രോ ആൻ്റണിയെ കൊണ്ടുവന്നു കഴിഞ്ഞ് ഈ ക്രൈസ്തവരെ ഒന്ന് കൂടുതൽ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇപ്പം AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയുടെയും ആ ഒരു കാലം കഴിഞ്ഞുപോയി. AK ആൻ്റണി ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. ഉമ്മൻചാണ്ടി നമ്മളുടെ ഇടയിൽ നിന്ന് വിട്ടു പോവുകയും ചെയ്തു. അപ്പം ഇവർ 2 പേരും ക്രൈസ്തവ സഭകളിൽ വലിയ ഒരു ഇടപെടൽ നടത്തുകയും ക്രൈസ്തവരെ UDFനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തു. ഈ ആൻഡ്രോ ആൻ്റണിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് പിടിക്കാമെന്നൊരു കണക്കുകൂട്ടലുണ്ട്. ആൻഡ്രോ ആൻ്റണിയും സണ്ണി ജോസഫിനെയും ഒക്കെയാണ് പറയുന്നത്. പക്ഷേ ആൻഡ്രോ ആൻ്റണിക്ക് വളരെ ശക്തമായ എതിർപ്പുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ ആരെ കൊണ്ടുവന്നാലും ഈ എതിർത്ത് നിൽക്കുന്ന നല്ലൊരു പങ്കുണ്ടായിരിക്കും. സുധാകരൻ വന്നപ്പം സെമി കേഡറാക്കും പാർട്ടിയെ, സംഘടന മുഴുവൻ അഴിച്ചു പണിത് വീണ്ടും തുടങ്ങും എന്നൊക്കെ പറഞ്ഞു. ഇപ്പം സുധാകരനെയാണ് അഴിച്ചു പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ മറിയുകയാണ്.
ഇപ്പൊ ഇവർക്ക് പിന്നെ ഈ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരെ കൊണ്ടുവരാൻ കാരണം പിന്നെ BJPയിലേക്ക് ക്രൈസ്തവരുടെ വോട്ട് മാറുന്നു എന്ന് കൃത്യമായി അവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ വഖഫ് ഭേദഗതി ബില്ലിൻ്റെ കാര്യവും മുനമ്പം വിഷയവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ക്രൈസ്തവരുടെ വോട്ട് BJPയുടെ ഭാഗത്തേക്ക് മാറുന്നു. BJPയുടെ ഉന്നത നേതാക്കളൊക്കെ തന്നെ ബിഷപ്പ് ഹൗസിലേക്ക് ചെല്ലുന്നു. ബിഷപ്പുമാർ പ്രധാനമന്ത്രിയെ കാണുന്നു. ഇതൊക്കെ കോൺഗ്രസിനകത്ത് ഒരു അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനി ഇപ്പം ഇവിടെ ഇത്തരത്തിൽ ഈ ആൻ്റണിയെയോ അല്ലെങ്കിൽ സണ്ണി ജോസഫിനെയോ ഒക്കെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത്. ഇനി അടൂർ പ്രകാശിനെ കൊണ്ടുവന്നിട്ട് ഈഴവ വിഭാഗത്തിനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. ഈഴവ വിഭാഗത്തിൻ്റെ വോട്ടൊക്കെ BJPയിലേക്ക് പോകുന്നു എന്ന് കൃത്യമായിട്ട് CPM പോലും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടൂർ പ്രകാശിനെ കൊണ്ടുവന്നിട്ട് അത്തരത്തിലുള്ള ഒരു ശ്രമം നടത്താമെന്നാണ് പറയുന്നത്. എന്തായാലും ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റം വലിയ തിരിച്ചടി ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം കാര്യങ്ങൾ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. പിന്നെ പുതിയ അധ്യക്ഷനെ നിയമിച്ചു കഴിഞ്ഞാൽ സുധാകരനെ ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായിട്ട് പിന്നെ നൽകിയേക്കുമെന്നാണ് അറിയുന്നത്. ആൻ്റണി, സണ്ണി ജോസഫ് ഇവരുടെ പേരുകളുണ്ട്. പിന്നെ വയനാട് MP പ്രിയങ്ക ഗാന്ധിയാണ് ആൻ്റണിയെ പിന്തുണയ്ക്കുന്നതായിട്ടുള്ള സൂചനകളും വരുന്നുണ്ട്. മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഫോട്ടോ കണ്ടാൽ പ്രവർത്തകർക്ക് മനസ്സിലാകുന്ന ആളാകണം KPCC അധ്യക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ആൻ്റണിയെ പത്തനംതിട്ടയ്ക്ക് പോലും വേണ്ടാത്ത ഒരു MP എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ശരിയാണ്, പത്തനംതിട്ടയിൽ ഒരു പുണ്ണാക്കം ചെയ്തിട്ടില്ല ഈ ആൻ്റണി, ജയിച്ചു കയറി പോകുന്നുണ്ട്. അത് പിന്നെ കോൺഗ്രസിൻ്റെ MP എല്ലാം അങ്ങനെയല്ലേ. തിരുവനന്തപുരത്ത് ഒരാളുണ്ടല്ലോ, ശശി തരൂർ എന്ന് പറയുന്ന ഒരു നായർ, ഡൽഹി നായർ, തിരുവനന്തപുരത്തിന് എന്ത് ചെയ്തു? ഇപ്പം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, വിഴിഞ്ഞത്ത് വന്ന് പിന്നെ അങ്ങനെ ആറാടി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ വിമാനം കയറി പോവുകയും ചെയ്തു. ഇനി എന്തെങ്കിലും വിശേഷാൽ ചടങ്ങുകൾ മാത്രം ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് കെട്ടി എഴുന്നള്ളിക്കും, അതിനപ്പുറം ഒന്നുമില്ല. ഇനി ഏതായാലും അഞ്ചാമതൊരു തവണ ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വേറെ ഏതെങ്കിലും രൂപത്തിലൂടെ ഒക്കെ രാഷ്ട്രീയത്തിൽ വരികയും ചെയ്യാം. അതാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മുരളീധരൻ്റെ ഈ അഭിപ്രായം ആൻ്റണിയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായ കാര്യം തന്നെയാണ്. സുധാകരൻ എന്തായാലും തുടരാനും ഒഴിയാനും ഒരുങ്ങി നിൽക്കുകയാണ്. തുടരണമെങ്കിൽ തുടരാം, ഇനി ഒഴിയണമെങ്കിൽ ഒഴിയുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പം കോൺഗ്രസ്സിന് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ അല്ല താല്പര്യം, ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ അവർ തന്നെ നശിപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്യും.